ഒരു ഗാന സംസ്കാരമുണ്ടായി. പക്ഷേ പഴയ കാലത്ത് അതൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ പാട്ടുകളായിരുന്നു. എന്നാൽ അതിൽ നിന്നും മാറി മലയാളിക്ക് പൊതുവായിട്ടുള്ള ഒരു ഗാന സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് ചലച്ചിത്ര ഗാനങ്ങളുടെ ആവിർഭാവത്തോടെയാണ്. മലയാളികളുടെ വിശാലമായിട്ടുള്ള ഒരു മാനവികതാ ബോധത്തിലേക്ക് ചുവടുവെക്കുന്നത് ഈ ചലച്ചിത്ര ഗാനങ്ങളുടെ സജീവമായ ഒരു സാന്നിധ്യത്തോടു കൂടിയാണ്. 1950കളിൽ മലയാള സിനിമകളിൽ തരംഗമായി മാറിയിട്ടുള്ള സിനിമാ ഗാനങ്ങളാണ് സത്യത്തിൽ ഇതിന് നാന്ദി കുറിച്ചത്. അങ്ങനെ പ്രസ്തുത ഗാനശാഖയിലെ അതുല്യമായ പ്രതിഭാവിലാസം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ഒരു ഗായകനായിരുന്നു പി ജയചന്ദ്രൻ. മലയാളിക്ക് വളരെ സമ്പന്നമായ ഒരു കേൾവിയുടെ സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നിപ്പോൾ പാട്ട് കേൾക്കുകയല്ല, പാട്ട് കാണുകയാണ് അല്ലേ. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് ഏത് ജോലിയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് നമ്മെ സഹായിച്ച ഒരു ഉപകരണമായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ അത് വ്യക്തമാക്കുന്ന ഈ സന്തോഷ് കുമാറിൻ്റെ പണയം പോലുള്ള കഥകളൊക്കെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ കണ്ണുകളിലേക്ക് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏഴാച്ചേരിയുടെ ഒരു കവിതയുണ്ട്, കണ്ണും വിരലും എന്നാണ് അതിൻ്റെ പേര്. കണ്ണുകൾ കൊണ്ട് കാണുക, പിന്നെ വിരലെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി. ഈ രണ്ട് രീതിയിലാണ് ഉള്ളത്. പക്ഷേ ഈ മലയാളി ഒരു കാലത്ത് ഈ റേഡിയോയിലൂടെ ആ സമ്പന്നമായ കേൾവിയുടെ സംസ്കാരം ഉണ്ടാക്കിയെടുത്തതിൽ പ്രധാനമായിട്ടും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് ജയചന്ദ്രൻ എന്ന് പറയുന്ന ഭാവഗായകൻ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറി. എന്തായിരുന്നു ജയചന്ദ്രൻ്റെ പാട്ടുകളുടെ പ്രത്യേകത? അത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ജയചന്ദ്രൻ നമ്മൾ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ജയചന്ദ്രൻ പാട്ടുകൾ പാടുന്ന സമയത്ത് അത് നമ്മുടെ പാട്ടുകളാണ് എന്ന് തോന്നും. ഇപ്പം ഇവിടെ നമ്മളൊരു 40 പേരുണ്ടെങ്കിൽ ഈ 40 പേര് കണ്ണടച്ചിരുന്ന് ജയചന്ദ്രൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഇത് ജയചന്ദ്രൻ നമുക്ക് വേണ്ടിയാണല്ലോ പാടുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ പാടി രാഘവ മാഷിലെ തലശ്ശേരിക്കാർക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റാത്തതാണ് രാഘവ മാഷ്. രാഘവ മാഷിലെ 2 പാട്ട് ഇവിടെ പാടി, ഏകാന്ത പതികനും മഞ്ഞളിൽ മുങ്ങിത്തോർന്നു. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്ത് കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. ജയചന്ദ്രൻ ഇങ്ങനെ ഓരോ പാട്ട് പാടുമ്പോഴും ഈ പാട്ട് നമുക്ക് വേണ്ടിയാണല്ലോ ജയചന്ദ്രൻ പാടുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. യേശുദാസ് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ സംഗീത പ്രപഞ്ചത്തിൽ വലിയൊരു സിംഹാസനത്തിൻ്റെ ഉടമയായിട്ട് മാറിയത്. എന്നാൽ ജയചന്ദ്രൻ ആ പാട്ടിന് നൽകിയ ഹൃദ്യമായ ഒരു ഭാവം കൊണ്ടാണ് നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഇത് തമ്മിലൊരു വ്യത്യാസം. ആ ഭാവം പ്രണയമാവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, തമാശയാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഈ അനുഭവങ്ങളൊക്കെ അനുഭൂതിയാക്കി മാറ്റുവാനുള്ള ഒരു അസാധാരണമായിട്ടുള്ളൊരു സിദ്ധിവിശേഷം ജയചന്ദ്രൻ്റെ പാട്ടുകൾക്കുണ്ടായി. ജയചന്ദ്രൻ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. ഒരുപക്ഷെ അതാണ് ജയചന്ദ്രൻ്റെ മേന്മ എന്ന് പറയാം. അദ്ദേഹത്തെ പാട്ട് പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ജന്മസിദ്ധമായിട്ടൊരു താളബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം മൃദംഗം പഠിക്കുവാൻ വേണ്ടി പോയി. അങ്ങനെ ആ മൃദംഗം പഠിക്കുകയും ആ താളബോധം തൻ്റെ ഗാനങ്ങളിലൂടെ ആവാഹിച്ച് ഒരു പുതിയൊരു ഭാവതലത്തിലേക്ക് അതിനെത്തിക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അതിന് ജയചന്ദ്രനെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം തൻ്റെ ജന്മനാടായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയുടെ ഒരു ദൃശ്യ സംസ്കാരവും താള സംസ്കാരവും ഒക്കെയാണ്.
ഇതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു ഈടുവെപ്പ് എന്ന് പറയുന്നത്. ജയചന്ദ്രൻ നല്ലൊരു വായനക്കാരൻ ആയിരുന്നില്ല. അദ്ദേഹം പുസ്തകങ്ങളൊന്നും വായിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നല്ലൊരു കേൾവിക്കാരനായിരുന്നു. ഒരു ഗായകനെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്തുകാരൻ തൻ്റെ എഴുത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അയാൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. ആ വായനയാണ് അയാളുടെ എഴുത്തിൻ്റെ ശക്തി. അതുപോലെ നല്ലൊരു ഗായകൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു ഗായകനാവണമെങ്കിൽ ധാരാളം പാട്ടുകൾ കേൾക്കണം. അങ്ങനെ ആ പാട്ടുകൾ കേട്ടിട്ട് അദ്ദേഹം തൻ്റെ ഗാനത്തിൻ്റെ ആ ശക്തിയെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത് ജയചന്ദ്രൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജയചന്ദ്രൻ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളുടെ വലിയൊരു ആരാധകനായിരുന്നു. അതുപോലെ ഫീമെയിൽ വോയിസിൽ പി സുശീലാമ്മയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. സത്യത്തിൽ പിന്നെ കടുത്ത ആരാധകൻ എന്ന് തന്നെ പറയാം. മുഹമ്മദ് റാഫി അദ്ദേഹം ദൈവത്തിൻ്റെ ഒപ്പമാണ് അദ്ദേഹം സ്ഥാനം നൽകിയത് എന്നുള്ളത്. ദൈവത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ മുഹമ്മദ് റാഫിയെ കാണുന്നത്. അതുപോലുള്ള ഒരു ശബ്ദം വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. അതുപോലെ ഫീമെയിലിൽ പി സുശീലയെ കുറിച്ചും പറഞ്ഞു. ഇങ്ങനെയാണ് ജയചന്ദ്രൻ്റെ ഈ പാട്ടുകൾ കേട്ടിട്ടാണ് തൻ്റെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഒരു ഭാവപ്രപഞ്ചം ഉണ്ടായി കൊടുത്തത്. ഒരിക്കൽ ഗുരുവായൂർ ഒരു കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവൽ നടക്കും. അതിന് ഉദ്ഘാടകനായിട്ട് വന്നത് പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള MS വിശ്വനാഥൻ സാർ. അതിൽ വിശിഷ്ടാതിഥിയായിട്ട് ജയചന്ദ്രനുണ്ട്. ഇവർ രണ്ടുപേരും ആണ് അന്നത്തെ പ്രമുഖ താരങ്ങൾ. പിന്നെ അവിടുത്തെ കലാസാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ ആ പരിപാടിയിലുണ്ട്. തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം. എന്നെ ക്ഷണിക്കാൻ വന്ന സമയത്ത് തന്നെ ഇവരോട് ഞാനത് പറഞ്ഞതാണ്. എനിക്കറിയുന്നത് ആകെ പാട്ട് പാടാനാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പാട്ട് പാടാം. പ്രേക്ഷകർക്ക് എന്ത് ബുദ്ധിമുട്ട്? പ്രേക്ഷകർ നീണ്ട കരഘോഷം മുഴക്കി ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഉടനെ ജയേന്ദ്രൻ പാടി, രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലേ നീയുറങ്ങൂ, ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ഈ പാട്ട് കഴിഞ്ഞപ്പോൾ നിലക്കാത്ത കരഘോഷം ഉണ്ടായി. അത് കഴിഞ്ഞ് ജയേന്ദ്രൻ തൻ്റെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് MS വിശ്വനാഥൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ MS വിശ്വനാഥൻ ചോദിച്ചു, ജയ ഇതാരാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്? ഉടനെ നല്ല പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ജയേന്ദ്രൻ പറഞ്ഞു, അത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ചെയ്തതാണ്. ഒരു പക്ഷേ പേര് പറഞ്ഞാൽ താങ്കൾ അറിയും. അദ്ദേഹത്തിൻ്റെ പേര് MS വിശ്വനാഥൻ എന്നാണ്. ഇത് കേട്ട ഉടനെ MS വിശ്വനാഥൻ പൊട്ടിച്ചിരിച്ചു. ജയേന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇത് രവിമേനോനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ജയേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ജയചന്ദ്രൻ ആത്മകഥമെന്നോണം രവിമേനോനോട് പറയുകയാണ്, മഹത്തായ പാട്ടുകൾ സൃഷ്ടിച്ച ലെജൻഡുകൾക്ക് ഒരു പക്ഷേ ഇത് മറക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മെപ്പോലെയുള്ള ആസ്വാദകർ എങ്ങനെയാണ് ഇതൊക്കെ മറക്കുക? അപ്പം ഇവിടെയാണ് ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഗായകൻ്റെ കേൾവിയുടെ സംസ്കാരവും അതുപോലെ അദ്ദേഹം ആ പാട്ടിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുന്നത്. പല പ്രമുഖരായിട്ടുള്ള ഗായകരോടും അവരുടെ പാട്ടുകളെ ചോദിച്ചാൽ അവർക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ജയചന്ദ്രൻ അങ്ങനെയല്ല. ജയചന്ദ്രൻ്റെ പാട്ടുകളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു 4-4.5 വർഷം കഴിഞ്ഞിട്ടാണ് ജയചന്ദ്രൻ ഈ രംഗത്തേക്ക് വരുന്നത്. യേശുദാസിൻ്റെ മാസ്മരിക ശബ്ദത്തിൽ പുളകം കൊണ്ട് നിന്ന മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് പുതിയൊരു ഗായകനെ പരീക്ഷിക്കാൻ അക്കാലത്തെ സംവിധായകരോ നിർമ്മാതാക്കളോ സംഗീത സംവിധായകരോ ആരും തയ്യാറായിരുന്നില്ല. കാരണം യേശുദാസ് അങ്ങനെ ഈ ഗാന സാമ്രാജ്യത്തിൻ്റെ ഒരു അധിപനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ചിദംബര
നാഥ് ജയചന്ദ്രന് ഒരു പാട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾക്കൊക്കെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു പുതിയ ഗായകനെ പരീക്ഷിക്കുന്നതിൽ. പക്ഷേ ജയചന്ദ്രന് വിശ്വാസം ഉണ്ടായിരുന്ന ചിദംബരനാഥ് ആ പാട്ട് ജയചന്ദ്രന് കൊടുത്തു. ജയചന്ദ്ര മനോഹരമായിട്ട് പാടി. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ പുറത്തിറങ്ങിയില്ല. പിൽക്കാലത്തൊക്കെ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പാട്ടിറങ്ങും. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. സിനിമ റിലീസായതിനു ശേഷമാണ് പാട്ടുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരും, അത് പോപ്പുലറായിട്ട് മാറി. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഭാഗ്യം ജയചന്ദ്രന് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ഒരു സിനിമയിൽ പി ജയചന്ദ്രൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. ആ ഗാനം ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാമെന്ന് സിനിമയുടെ സംവിധായകനായിട്ടുള്ള വേണു നിർദ്ദേശിച്ചു. പക്ഷേ അതിലെ മറ്റ് എല്ലാ പാട്ടുകളും പാടുന്ന അറിയപ്പെടുന്ന മെയിൻ ഫീമെയിൽ സിംഗേഴ്സ്, യേശുദാസും അതുപോലെ അറിയപ്പെടുന്ന ഫീമെയിൽ സിംഗേഴ്സൊക്കെയാണ് പാടുക. അങ്ങനെ ഒരു പുതിയ ഗായകനെ പരീക്ഷിക്കുന്നതിനോട് നിർമ്മാതാക്കൾക്ക് ഒരു തരത്തിലും യോജിക്കാനായില്ല. അവർ ശാഠ്യം പിടിച്ചു, പറ്റില്ല. പക്ഷേ സംവിധായകൻ പറഞ്ഞു, കഴിവുള്ള ഒരു യുവഗായകനെ നിരുത്സാഹപ്പെടുത്തുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല, എനിക്കതിനോട് കൂട്ടുനിൽക്കാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് ഈ പാട്ട് ജയചന്ദ്രന് കൊടുക്കണം, ഈ ഒരു പാട്ട് ജയചന്ദ്രന് കൊടുക്കണം. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഉദ്യോഗസ്ഥയുടെ ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അതിലെ നിർമ്മാതാക്കൾ അത് സമ്മതിക്കലാണ്. അങ്ങനെ ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തു. അങ്ങനെ സിനിമ റിലീസായി. പക്ഷേ സിനിമ റിലീസായപ്പോഴാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയത്. ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെട്ട പാട്ട് ജയചന്ദ്രൻ പാടിയ പാട്ടായിരുന്നു. ആ പാട്ടാണ് അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഏതൊരു സാധാരണ മനുഷ്യനെയും തൻ്റെ പാട്ടിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ഒരു എന്താ പറയുക അനിതരമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു സിദ്ധിവിശേഷം അത് ജയചന്ദ്രൻ്റെ ആലാപനത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ്. ഇപ്പം ജയചന്ദ്രൻ മരിച്ചതിന് ശേഷമാണ് പല ആളുകളും അത് തിരിച്ചറിയുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യവും ജയചന്ദ്രന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ജയചന്ദ്രൻ മരിച്ച സമയത്ത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ടെലിവിഷനിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് എൻ്റെ 220-ലധികം പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് എന്നാണ്. ശ്രീകുമാരൻ തമ്പിയുടേത് മാത്രമായിട്ട് 220-ലധിധികം പാട്ടുകൾ ജയചന്ദ്രൻ പാടി. എത്ര ഗാനങ്ങളാണ് അദ്ദേഹം അനശ്വരമാക്കിയത്. കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരിൽ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ജയചന്ദ്രൻ്റേതായിട്ട് ആദ്യം പുറത്തിറങ്ങിയ പാട്ട് ഇതാണ്. കുഞ്ഞാലിമരക്കാരുടെ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തെങ്കിലും അത് ഇറങ്ങിയില്ല. ആദ്യം പുറത്തിറങ്ങിയ പാട്ട് ഈ പാട്ടാണ്. ഇതുപോലുള്ള പാട്ടുകളൊക്കെ ആർക്കാണ് മനസ്സിൽ നിന്ന് മായ്ച്ച് കളയാൻ വേണ്ടി പറ്റുക? ഇപ്പോഴും നമ്മുടെ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ചെറിയ വോളയത്തിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റോ നമ്മൾ ഈ പാട്ടുകൾ വെച്ച് കേൾക്കുമ്പോൾ നമ്മളെ വല്ലാത്ത ഒരു അനുഭൂതി തലത്തിലേക്ക് എത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ പാട്ടുകൾക്കൊക്കെ സാധിക്കുന്നു. അങ്ങനെ ഇത്തരം പാട്ടുകൾ
പാട്ടുകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഭാവപ്രപഞ്ചമുണ്ട്. അത് ഇവിടെയുള്ള നമ്മൾക്ക് കരയിൽ നീ മാത്രമായി എന്ന് പറഞ്ഞ പോലെ ഈ ആസ്വാദകരായിട്ടുള്ള നമ്മൾ കരയിൽ മാത്രമായപ്പോഴേക്കും ആ ഭാവപ്രപഞ്ചം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ ഭാവഗായകനായ കടത്തുവള്ളം യാത്രയായത്. അത് അനശ്വരമായിട്ട് തന്നെ നിൽക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം പാടിയ ഒരു പഴയ ഗാനത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീതോപാസന എന്ന് പറയുന്നത് വളരെ ധന്യമായിരുന്നു, അല്ലേ? ഇപ്പം ജയേന്ദ്രൻ മരിച്ച സമയത്ത് അന്ന് വന്ന മാതൃഭൂമി പത്രത്തിൽ കൊടുത്ത ഹെഡ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ധന്യമാം ഉപാസന. അദ്ദേഹത്തിൻ്റെ ഗാനോപാസന വളരെ ധന്യമായിരുന്നു എന്നുള്ളതാണ്. ഉപാസന ഉപാസന ഇതു ധന്യമാൊരുപാസന. ഉണരട്ടെ ഉഷസ്സു പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ. ഉപാസന ഉപാസന. ഈ പാട്ടില് കാലാതിവർത്തിയായിട്ടുള്ള സന്ദേശം കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലഹരിയുടെ പിടി. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇതിന് അടിമകളാകുന്ന സമയത്ത്, അല്ലേ? ഈ പാട്ട് അത് രചയിതാവ് എഴുതി വെച്ചത് ജയചന്ദ്രൻ്റെ ഗാനങ്ങളിലൂടെ നമ്മളിലേക്കെത്തി. സത്യം മയക്കുമരും നിന്റെ ചിറകിൽ സ്വർഗത്തു പറക്കൂമീ നാട്ടിൽ ഇല്ലാത്ത സ്വർഗത്തു പറക്കൂമീ നാട്ടിൽ സ്വപ്നം മരിക്കുമീ നാട്ടിൽ സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. അല്ലേ? എത്ര വലിയ സന്ദേശമാണ് അവിടെ നമുക്ക് തന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നമാണല്ലോ, അല്ലേ? അപ്പോൾ ജയചന്ദ്രൻ്റെ ആ ശബ്ദത്തിലൂടെ നമുക്കത് വന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിൽ സ്വപ്നം മരിക്കും ഈ മണ്ണിൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതി, സയൻറ്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു കുട്ടികളോടൊക്കെ നിന്റെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ലഹരി മാഫിയകൾ കുട്ടികളെ മുരടിപ്പിച്ച് നമ്മുടെ സ്വപ്നം കാണാനുള്ള കഴിവുകൾ. ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് കവി ദീർഘദർശനം ചെയ്തത്. അപ്പോൾ കവി ക്രാന്തദർശിയാണ് എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. പാശ്ചാത്യ സാഹിത്യത്തിൽ പറയുന്ന ഋഷി കവിരിക്തിത്വം ഋഷി ശകില ദർശന. ഋഷി അല്ലാത്തയാൾ കവിയല്ല, ഋഷിയാകുന്നത് ദർശനം കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ദർശനം, ഈ ദാർശനികത നമ്മിലേക്ക് എത്തിക്കാനുള്ള മാധ്യമം ആ ഗാനരചയിതാവോ സംഗീത സംവിധായകനോ എന്നതിനപ്പുറം നമുക്കത് ജയചന്ദ്രനായിരുന്നു എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ജയചന്ദ്രൻ ഒരു പാട്ട് പാടുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് നമുക്ക് തോന്നുന്നു. തികച്ചും വേറിട്ട ഒരു ശബ്ദത്തിന്, ഒരു ശബ്ദ സൗകുമാര്യത്തിൻ്റെ ഉടമയായിരുന്നു ജയചന്ദ്രൻ. ജയചന്ദ്രൻ്റെ ശബ്ദം അനുകരിക്കാൻ വേണ്ടി പെട്ടെന്ന് സാധ്യമല്ല, അനനുകരണീയമായിട്ടുള്ള ശബ്ദമാണ് ജയചന്ദ്രൻ. യേശുദാസിനെയൊക്കെ അനുകരിക്കുന്ന ആളിഷ്ടം പോലെയുണ്ട്, പക്ഷെ ജയചന്ദ്രൻ്റെ അങ്ങനെ അനുകരിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ ഒരു ശബ്ദം. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പാട്ടെടുത്ത് നോക്കുക. സൗഗന്ധികങ്ങളെ വിടരുവിൻ സമാധിയിൽ നിന്നുണരുവിൻ മൗനമകരന്തം വീശും മഞ്ജു സ്വപ്നശതങ്ങളെ സൗഗന്ധികങ്ങളെ വിടരുവിൻ സമാധിയിൽ നിന്നുണരുവിൻ. ഈ പാട്ട് ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്, യേശുദാസും പാടിയിട്ടുണ്ട്. പക്ഷെ ആ രണ്ട് പാട്ടും നമ്മൾ കേട്ടു നോക്കുക. ജയചന്ദ്രൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാവതലം നമ്മുടെ വാഗതീതമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഇപ്പം ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 മിനിറ്റുള്ള ഒരു കാര്യം മാത്രമാണ്. ഒരു സന്ദർഭത്തെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3-4 മിനിറ്റുള്ള ഒരു പാട്ട് തലമുറകളുടെ അനുഭൂതി
മെലഡിയാക്കി മാറ്റുവാൻ വേണ്ടി ഒരു ഗായകന് കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. 4 മിനിറ്റേക്കുള്ള ഒരു പാട്ട് തലമുറകൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ജയേന്ദ്രൻ നേടിയെടുത്തിട്ടുള്ളത് അല്ലേ. വലിയ വലിയ തത്വചിന്ത ഉൾക്കൊള്ളുന്ന ഒരുപാട് പാട്ടുകൾ. ഏകാന്ത പതികൻ ഇവിടെ പാടി. ഏകാന്ത പതികൻ ഞാൻ എവിടെയെന്നെത്തിയെന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിയില്ല, മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ. അതുപോലൊരു പാട്ടാണ്, ഏറ്റവും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പാട്ടാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ. ജീവിതം കാവ്യപുസ്തകമാണെന്നും അത് നമ്മൾ കണക്കെഴുതാനുള്ളതാക്കി മാറ്റരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആൾക്കാരെന്ത് ചെയ്യുന്നു? ആൾക്കാരുടെ ചില ആളുകൾ മധുര കാവ്യമിത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു, കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു, കാവ്യപുസ്തകമല്ലോ ജീവിതം. അപ്പൊ ഈ വരികളിൽ അടങ്ങിയിട്ടുള്ള ആശയത്തെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ആ ഭാവഗായകന്റെ ആലാപനം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രവിമാഷ് അടയാളം കാണിച്ചു, ഇനി 1 മിനിറ്റേ ഉള്ളൂ എന്ന്. ഓക്കെ, ഞാനിപ്പോൾ നിർത്താം. അപ്പോൾ പാട്ടിലെ സാഹിത്യ ഭംഗി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അതിലെ ഓരോ വാക്കിനും ഓരോ മൗനത്തിനും വലിയ അർത്ഥമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് പാടുക എന്നതാണ് ജയചന്ദ്രൻ തൻ്റെ പാട്ടുകൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. KG ജോർജിൻ്റെ ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമയിലെ ONV രചിച്ചിട്ടുള്ള ആ പാട്ടൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ശരദിന്ദുമലദീപ താളം നീട്ടി, സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി, ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൽ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. അങ്ങനെ കുറേ പാട്ടുകൾ. ഇനി 80കളിൽ അദ്ദേഹത്തെ തമസ്കരിക്കുവാനുള്ള ബോധപൂർവ്വം 1 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളിൽ നോക്കാം പക്ഷേ ഒരു 3 മിനിറ്റ്. ഒരു 80കളിൽ അദ്ദേഹത്തെ തമസ്കരിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം മലയാള ചലച്ചിത്രത്തിൽ ഉണ്ടായി. അദ്ദേഹം അതിൽ വളരെ വേദനയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അദ്ദേഹം അന്യഭാഷാ ഗാനങ്ങളിൽ പാടിക്കൊണ്ടിരുന്നു. മലയാളത്തിൽ തന്നെ അതുപോലെ ഭക്തിഗാന ആൽബങ്ങൾ ധാരാളമായിട്ട് 80കളിൽ അദ്ദേഹത്തിൻ്റെത് പുറത്തു വന്നു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് വൈദേഹി കാത്തിരുന്നു എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്. അതിന് തമിഴ്നാടിൻ്റെ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പാട്ടാണ്. റസാത്തി ഉന്നൈ കാണാത നെഞ്ചം കാറ്റാടി പോലാടത്. ആ പാട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ഇളയരാജ, അതിൻ്റെ സംഗീത സംവിധായകൻ ഇളയരാജ ഒരു അനുഭവം പറഞ്ഞു. തമിഴ്നാട്ടിലെ തേനി എന്ന് പറയുന്ന ഇളയരാജയുടെ വീട്ടിനടുത്തുള്ള ഒരു സ്ഥലം, അവിടുത്തെ ഒരു C ക്ലാസ് തിയേറ്റർ, അവിടെ ഒരു വനത്തിൻ്റെ അടുത്താണ്. അവിടെ ഈ സിനിമ റിലീസായ സമയം, ആ സിനിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് എപ്പോഴും ഈ പാട്ട് മൈക്കിലൂടെ വെക്കും. പഴയ കാലത്തൊക്കെ എങ്ങനെയാണ്. അപ്പോൾ മൈക്കിലൂടെ വെക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആനകൾ കാട്ടുന്നിങ്ങനെ ടാക്കീസിനെ ലക്ഷ്യമാക്കിയിട്ട് പോയി. ഒരുപാട് ആളുകൾ അതിനെ പിന്തുടർന്നു. എന്താണ് ഇതെന്നറിയാം. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് വളരെ നിശബ്ദമായിട്ട് അവിടെ പോയി നിന്നിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ തുമ്പിക്കൈ ഉയർത്തി എല്ലാ ആനകളും ഒരുതരം ധ്യാനാവസ്ഥയിൽ അവിടെ നിന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ വളരെ നിശബ്ദമായിട്ട് തിരിച്ചുപോയി. എത്ര നാൾ ആ വൈദേഹി കാത്തിരുന്നു എന്ന് പറയുന്ന സിനിമ അവിടെ കളിക്കുന്ന സമയത്ത് ഈ പാട്ട് വെച്ചോ ആ ദിവസങ്ങളിലെല്ലാം ഇതുണ്ടായി എന്നാണ് പറയും. അതിന് വേറൊരു തമാശ എന്ന് പറയുന്നത്, ജയചന്ദ്രൻ ഏറ്റവും
പുകഴ്ത്തി പറയുന്ന ഒരു ശബ്ദം പി സുശീലാമ്മയുടേതാണ്. ഇതേ പാട്ടിൻ്റെ ഇതിൻ്റെ ഫീമെയിൽ വേർഷൻ ഉണ്ട്, പി സുശീലാമ്മ പാടി. ആ പാട്ടും അവിടെ വെക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ ആനകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 10 വർഷത്തോളം അദ്ദേഹത്തെ ഈ ചലച്ചിത്ര ഗാനത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായി. പക്ഷേ 90കളിൽ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു. നിറം എന്ന് പറയുന്ന ചിത്രത്തിൽ അതിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി. പ്രായം നമ്മിൽ മോഹം നൽകി എന്ന് പറയുന്ന ആ പാട്ടിലൂടെ ആ പുതുതലമുറ ആ പാട്ടിങ്ങനെ ഏറ്റെടുത്തു. പിന്നെ ഒരുപാട് പാട്ട്, നന്ദനത്തിലെയൊക്കെ പാട്ട് നമുക്ക് മറക്കാൻ കഴിയും. ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രമാഷ് ടീമിൻ്റെ പാട്ടാണ്. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിൻ്റെ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. അതുപോലെ ചന്ദ്രോത്സവത്തിലെ ആരും കാണാതെ ആരോ കൈമുള്ള പിന്നെയും പൂവിടുമോ. ക്രോണിക് ബാച്ചിലറുകളെ സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗതൂതു പകരാമോ. ആ പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. പിന്നെ ഏറ്റവും അവസാനം 2021 തോന്നുന്നു അദ്ദേഹത്തിന് കേരളത്തിലെ സംസ്ഥാന അവാർഡ് കിട്ടി. 3 സിനിമകളിലെ ഗാനങ്ങൾക്കാണ് കിട്ടി. അതിലൊന്ന് നമ്മുടെ ചങ്ങമ്പുഴ. വർഷങ്ങൾക്ക് മുമ്പ് 10-75 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങമ്പുഴ എഴുതിയ പാട്ട്. നമ്മുടെ പുതിയ കുട്ടികളൊക്കെ വിചാരിച്ചത് സമീപകാലത്ത് ഏതോ ഗാനരചയിതാവ് എഴുതിയത് എന്നാണ്. ചങ്ങമ്പുഴ എഴുതിയ പാട്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ, ആ പാട്ട് സംസ്ഥാന അവാർഡ് കിട്ടി. ഇനി ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. ജയകുമാഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലേലം വിളി പോലെ 1 മിനിറ്റ് 1/2 മിനിറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അവസാനിപ്പിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനത്തെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ പൂർത്തിയാവില്ല. ലളിതഗാനം പറയാനായിട്ട് പക്ഷേ സമയമില്ലാതുകൊണ്ട് ഞാൻ വിട്ടു. ഞാൻ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വർഷമാണ് എപ്പോഴാണ് എന്നൊക്കെ. പക്ഷേ സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഈ ഭക്തിഗാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു നന്ദി കേടാവും ജയേന്ദ്രന് ഉള്ള സ്മൃതി പൂജയിൽ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. 1975 സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സിനിമയിലെ ടൈറ്റിൽ ഗാനമായിരുന്നു സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനേ ശരണമെൻ്റയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. ഈ പാട്ട് പാടിക്കൊണ്ടാണ് ജയന്തൻ്റെ ആദ്യത്തെ ഒരു ഭക്തിഗാനം ജനങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ 1980കളുടെ തുടക്കത്തിൽ എസ് രമേശൻ നായരും PK കേശവൻ നമ്പൂതിരിയുടെയും ജയചന്ദ്രൻ്റെയും ആ ഒരു ടീം ഇറക്കിയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഭക്തിഗാന ആൽബം. അന്നൊക്കെ കാസറ്റുകളാണ്, 10 പാട്ടുകൾ. വിഘ്നേശ്വരാജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടക്കുവാൻ വന്നു. ആ പാട്ട് തുടങ്ങിയിട്ട് മൂകാംബികെ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികെ സകല വേദാംബികെ, ആ പാട്ട്. പിന്നെ അതിൽ ഒരു പാട്ടുണ്ടായി ജയന് വ്യക്തിപരമായിട്ട് ഒരു പ്രത്യേകതയുള്ള പാട്ടാണ്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാണെൻ്റെ കണ്ഠം, കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. 70കളുടെ അവസാനത്തിൽ ജയചന്ദ്രൻ്റെ ശബ്ദം നിലച്ചുപോയിരുന്നു. ജയചന്ദ്രൻ പാടുവാൻ വേണ്ടി പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കുമ്പോൾ ഒരു എയർ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ജയചന്ദ്രൻ വളരെ ദുഃഖിതനായി. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം പാടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ മരണത്തെക്കാൾ ഭീകരമാണത്. അങ്ങനെ എസ് ജാനകിയമ്മ പറയുന്നു, ജയ നീ ഒരു കാര്യം ചെയ്യൂ, വെള്ളിയുടെ ഒരു ഓടക്കുഴലുണ്ടാക്കി നീ അത് ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ജയേന്ദ്രൻ അതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പനാൾ കഴിഞ്ഞപ്പോൾ ജയേന്ദ്രൻ ശബ്ദം തിരിച്ചു കിട്ടി. അന്ന് മുതലാണ് ജയേന്ദ്രൻ ഒരു കടുത്ത ഗുരുവായൂരപ്പ ഭക്തനായി മാറിയത്. എന്നിട്ട് ഇതറിയുന്ന ആളാണ് രമേശ് നായർ. അതുകൊണ്ടാണ് ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ട. ചെമ്പൈക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്, രമേശ് നായർ എഴുതിയിട്ടുണ്ട്. ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ ശംഖം കൊടുത്തവനെ, പാഞ്ചജന്യം കൊടുത്തവനെ ഉണ്ട്. അപ്പോൾ ജയേന്ദ്രൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ജയേന്ദ്രൻ
രമേശ് നാരദ് എഴുതിയത്. അതിൽ തന്നെ അതുപോലെ അതുകൊണ്ട് കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന വേറൊരു പാട്ടുണ്ടായിരുന്നു. ഹമ്പാടി തന്നിലൊരുണ്ണി തിരുവമ്പാടി കണ്ണനാമുണ്ണി ഉണ്ണിക്ക് തൃക്കൈയിൽ പൊന്നോട് കുഴല് കുഴലിൽ ചുരത്തുന്നതമൃത്. അതിൽ കൃഷ്ണ എന്ന അന്തരംഗം തുടിക്കുന്നു. അങ്ങനെ കുറേ പാട്ടുകൾ. ബിച്ചു തിരുമലയുടെ രചനയും സംഗീതവും കൂടി വന്ന ദീപം മകരദീപത്തിൽ മഞ്ചാംബികയുടെ മനം കവരും മഞ്ജുളരൂപൻ ഭഗവാനേ. ആ പാട്ട് കുച്ചിയിലിരുമുടി കെട്ടുമായി വരുന്നു ഞാൻ നിർത്തുകയാണ്. അപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു തരത്തിലും നമുക്ക് സമയമില്ല. രവിമാഷ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ തുടങ്ങാൻ തന്നെ 1 മണിക്കൂർ വൈകി. ഓക്കെ, അപ്പോൾ ജയചന്ദ്രനെ ഭാവഗായകനെന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഭാവം ആവാഹിച്ച് പാടുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അത് ആ ഭാവത്തെ, അതായത് അത് ഭക്തിയോ സങ്കടമോ പ്രതീക്ഷയോ വിരഹമോ പ്രണയമോ എന്തോ ആവട്ടെ, ആ ഭാവം കേൾക്കുന്ന ആസ്വാദകന്റെ മനസ്സിലേക്ക് ഉണർത്തുവാൻ പകർത്തുവാൻ ജയചന്ദ്രന് സാധിച്ചു. അതുകൊണ്ടാണ് ജയചന്ദ്രനെ ഭാവഗായകൻ എന്ന് പറയുന്നത്. ഈ 2025 എന്ന് പറയുന്ന ഒരു വർഷം ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ജയചന്ദ്രൻ നമ്മോട് വിട പറഞ്ഞ വർഷം എന്നായിരിക്കും. നന്ദി, നമസ്കാരം.